പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്രമാണ്. അപ്പോൾ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ 18ാം നൂറ്റാണ്ടിലെ കേരള രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. നമുക്കറിയാലേ, ഇന്ന് കാണുന്നത് പോലെ 14 ജില്ലകളുള്ള ഒരു കേരളമായിരുന്നില്ല ആ ഒരു 18ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നത് അല്ലേ. അന്ന് കേരളത്തെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂർ ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചി ഉണ്ട്, അതുപോലെ എന്താ ഉള്ളത്, മലബാർ ഉണ്ട് അല്ലേ. ഇങ്ങനെ 3 ഭാഗങ്ങളായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തിരുവിതാംകൂറിലെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാന രാജാക്കന്മാരെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അല്ലേ. നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ നീണ്ടുകിടക്കുന്ന ഏകദേശം 12ഓളം രാജാക്കന്മാരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും എല്ലാവരും വളരെ ഡീപ്പായിട്ടിരുന്ന് പഠിക്കും, പക്ഷെ എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പറ്റി പഠിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് പേരെ മാത്രമേ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു വളരെ 1-2 പോയിന്റ് മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. പലപ്പോഴും PSC അത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താവണം നിങ്ങളുടെ പഠനം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെയും അതുപോലെ തന്നെ +1 ടെക്സ്റ്റ് ബുക്കിലെയും കൊടുത്തിട്ടുള്ള ഈ ഒരു തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പറ്റി പറയുകയാണെങ്കിൽ അല്ലേ, ആദ്യത്തെ ആള് ആരാണ്? ആദ്യത്തെ ആള് അല്ലേ, അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ആര്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടല്ലേ. നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളൊക്കെ സ്ഥിരമായിട്ടല്ലേ PSC പരീക്ഷയിൽ കാണുന്നതാണ്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം. ആദ്യം തന്നെ അല്ലേ ഇവരുടെ ഒരു കാലഘട്ടം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടം തുടങ്ങുന്നത് എന്നാണ്? 1729 അല്ലേ. 1729 മുതൽ 1758 വരെയാണ് അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കണം, ആ ഒരു ഫസ്റ്റത്തെ കാലഘട്ടം എന്തായാലും നിങ്ങൾ പഠിച്ചേക്കണം. ഏതാണ്? 1729 മുതൽ 1758 വരെയാണ് അല്ലേ. 1729 മുതൽ 58 വരെയാണ്. ഇവിടെ ഇനി ഓർത്തിരിക്കേണ്ടത് എന്താണ്? അല്ലേ, മാർത്താണ്ഡവർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് എന്താണ്? ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ് അല്ലേ. അതായത് അദ്ദേഹത്തിന്റെ പോളിസി എന്താണ്? ചോരയുടെയും ഇരുമ്പിന്റെയും പോളിസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചോദിക്കാം അല്ലേ, തിരുവിതാംകൂർ രാജാക്കന്മാരില് ചോരയുടെയും ഇരുമ്പിന്റെയും പോളിസി കൊണ്ടുവന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ പറഞ്ഞിരിക്കണം ഏതാണ്? 1729. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു സമയത്തിലെ അദ്ദേഹം രാജാവായിരിക്കുന്ന സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപുരമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ, ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപുരമാണ്. ഇനി ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കണ്ടെഴുത്ത് എന്ന പേരിലുള്ള ഭൂ സർവേ ആരംഭിച്ചു. അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് അല്ലെ ഇവിടെ ഒന്നും ഭൂ സർവേ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ഒരു ഭൂമി ഒന്നും കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടെഴുത്ത് എന്ന പേരിലുള്ള ഒരു ഭൂ സർവേക്ക് ഉത്തരവിടുകയാണ് ഉണ്ടായത്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. കണ്ടെഴുത്ത് എന്ന ഭൂ സർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? അത് അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ്, ഭൂമിയെ ബ്രഹ്മസ്വം, ദേവസ്വം, അതുപോലെ തന്നെ പണ്ടാരവക, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഭരണ പരിഷ്കാരമാണ് എന്താ? ഭൂമിയെ ബ്രഹ്മസ്വം, അതുപോലെ തന്നെ ദേവസ്വം, പണ്ടാരവക എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചു. പിന്നെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൃപ്പടിദാനം അല്ലെ. തൃപ്പടിദാനം ഏതാ വർഷം എന്ന് ഓർത്ത് വെച്ചേക്ക. 1750 ജനുവരി 3 എന്നാണ്? 1750 ജനുവരി 3. എന്താണ് തൃപ്പടിദാനം എന്ന് പറഞ്ഞാല്? എന്താണ് തൃപ്പടിദാനം എന്ന് പറഞ്ഞാല് അല്ലെ, നമുക്കറിയാം തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുലദൈവമാണ് ആര്? പത്മനാഭസ്വാമി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അന്നുണ്ടായിരുന്ന പല വിശ്വാസങ്ങളും ആയിരുന്നു എന്താ? ഈ ഒരു തൃപ്പടിദാനത്തിലേക്ക് മാർത്താണ്ഡവർമ്മ പോവാൻ കാരണം അല്ലെ. എന്താണ് അദ്ദേഹം പറയുന്നത്?
തൃപ്പടിദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെ, അന്നത്തെ നമ്മുടെ കുലദൈവമായ പത്മനാഭ സ്വാമിക്ക് എന്ത് ചെയ്യുക, ആ രാജ്യം അല്ലെ തിരുവിതാംകൂർ രാജ്യം സമർപ്പിക്കുക, അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ എന്ത് ചെയ്യുക, ഈ രാജ്യത്തെ സമർപ്പിക്കുക എന്നൊരു ആശയത്തിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, തൃപ്പടിദാനം വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ തൃപ്പടിദാനം എന്ന് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, 1750 ജനുവരി 3 സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പൊ തൃപ്പടിദാനം ആരാണ് കൊണ്ടുവന്നത്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ എന്ത് ചെയ്തു അല്ലെ, രാജ്യം എന്ന് പറഞ്ഞാൽ ആ തിരുവിതാംകൂറിനെയാണ് പറയുന്നത്. തിരുവിതാംകൂറിനെ കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ വിഭാഗമായിട്ട് എന്ത് ചെയ്തു, രാജ്യത്തെ തരംതിരിച്ചു അല്ലെ. അപ്പൊ എന്താണ് കോവിലകത്തും വാതുക്കൽ അല്ലെ. അപ്പൊ ഇന്നത്തെ പോലെ ഇങ്ങനെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, താലൂക്ക് എന്നൊന്നല്ല അന്ന് അറിയപ്പെട്ടിരുന്നത് അല്ലെ. അപ്പൊ കോവിലകത്തും വാതുക്കൽ, അതുപോലെ തന്നെ മണ്ഡപത്തും വാതുക്കൽ എന്നിങ്ങനെയൊക്കെയായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ വിഭാഗമായിട്ടായിരുന്നു രാജ്യത്തെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അന്നത്തെ കാലത്തിലെ താലൂക്ക് ഓഫീസ് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം, മണ്ഡപത്തും വാതുക്കൽ എന്നാണ് അല്ലെ. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. മണ്ഡപത്തും വാതുക്കൽ എന്നാണ് അന്നത്തെ കാലത്ത് താലൂക്ക് ഓഫീസുകളൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്തൊരു ഭരണ പരിഷ്കാരമാണ് പതിവ് കണക്ക് അല്ലെ. പതിവ് കണക്ക് എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നു അല്ലെ. പതിവ് കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് ആണ് അല്ലെ. അതും ഓർത്തു വെച്ചേക്കുക. പതിവ് കണക്ക് എന്ന് പറയുന്നത് എന്താണ്? ബഡ്ജറ്റ് ആണ് അല്ലെ. അപ്പൊ ബഡ്ജറ്റ് അല്ലെങ്കിൽ പതിവ് കണക്കിനൊക്കെ രൂപം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ് അദ്ദേഹം അല്ലെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സ്ഥിര സൈന്യത്തിന് രൂപം കൊടുത്തു അല്ലെ. ഒരു സ്ഥിര സൈന്യത്തിന് രൂപം കൊടുത്തു. ഈ സ്ഥിര സൈന്യം എന്ന് പറയുന്നത് അല്ലെ, എവിടെ നിന്നാണ് ഈ ആൾക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നത്? അതായത് തിരുവിതാംകൂറിലേക്ക് ഒരു സ്ഥിര സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടായത്. അതിൽ ഈ സ്ഥിര സൈന്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ജനങ്ങളായിരുന്നു അല്ലെ. അതായത് അവിടുത്തെ കർഷകരായിരുന്നു. ആ കർഷകരിൽ നിന്നാണ് സൈന്യത്തിലേക്കുള്ള ആൾക്കാരെ ആരെടുത്തിട്ടുണ്ടായിരുന്നത്? മാർത്താണ്ഡവർമ്മ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവരെ സൈന്യത്തിലേക്ക് എടുക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, അവർക്ക് എന്ത് ചെയ്തിരുന്നു, അവര് സേവനം അനുഷ്ഠിക്കുന്ന ആ ഒരു കാലയളവിൽ അവർക്ക് അല്ലെ ഒരു നികുതി ഇളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ നികുതി ഇളവിന്റെ പേരെന്താണെന്ന് ഓർത്തു വെച്ചേക്കണം. എന്താണത്? ഇര ഇളിയാണ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഇര ഇളിയാണ് ആ ഒരു നികുതി ഇളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇവരല്ലേ സാധാരണക്കാരെ ജനങ്ങൾ, അതായത് കർഷകരെ ആയിരുന്നു ഇവരെ സൈന്യത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് എന്തായിരുന്നു, ആ ഒരു സേവന കാലയിൽ അത്രയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നികുതി ഇളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നികുതി ഇളവ് ഏത് പേരിലാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത്? ഇരയിളി എന്നാണ്. അതുപോലെ ഇവര് അല്ലെ ആ സേവനം അവസാനിക്കുക അല്ലെങ്കിൽ അവര് പെൻഷൻ ആവുന്ന സമയത്ത് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരു പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ പെൻഷൻ എന്നല്ല പറയാ, അവിടെ എന്താണ് പെൻഷന് പകരം എന്താ പറയാ? ഇരയിളി അടുത്തൂൺ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അതും കൂടി മനസ്സിലാക്കി വെക്കുക. അവർക്ക് കൊടുത്ത പെൻഷന്റെ പേരെന്താണ്? ഇരയിളി അടുത്തൂൺ എന്നാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ ഭരണനിർവാഹക സമിതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതും ചോദിച്ചിട്ടുള്ളതാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനിർവാഹക സമിതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് എട്ടര യോഗം എന്നാണ്. ഓർത്തു വെച്ചേക്കണം, മാർത്താണ്ഡവർമ്മയുടെ ഭരണനിർവാഹക സമിതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എട്ടര യോഗം എന്നാണ്. അതുപോലെ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, അന്നത്തെ ഒരു ആചാരമായിരുന്നു മുറജപം, അതുപോലെ തന്നെ ഭദ്രദീപം അല്ലെ. മുറജപം, ഭദ്രദീപം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെ. നമുക്കറിയാം, നമ്മുടെ ഡച്ചുകാരെ ഇവിടെ നിന്ന് പരാജയപ്പെടുത്തിയിട്ടുള്ള യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡച്ചുകാരെ കേരളത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയിട്ടുള്ള യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. അത് ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു അല്ലെ. അപ്പൊ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടത്തിയിട്ടുള്ള യുദ്ധമാണ് എന്ത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഏതാ വർഷം? വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഏതാ? 1741 ഓഗസ്റ്റ് 10 അല്ലെ. എന്നാണ് 1741 ഓഗസ്റ്റ് 10. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടവയാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത്? ആദ്യം തന്നെ അല്ലെ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണമാണല്ലേ. എന്നാണ് വന്നിട്ടുള്ളത്? 1729 ആണ്. 1729 മുതൽ 1758 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അല്ലെ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ പോളിസിയാണ് എന്ത്? ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? പത്മനാഭപുരമാണ്. പിന്നെ അദ്ദേഹം
കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? കണ്ടെഴുത്തുണ്ട് അല്ലെ. കണ്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭൂസർവേ ആണ്. അതുപോലെ തന്നെ ഭൂമിയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ? ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരവക. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഏതൊക്കെയാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരവക. അതുപോലെ തൃപ്പടിദാനം അല്ലെ 1750 ജനുവരി 3-നാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? രാജ്യത്തെ വലിയ റവന്യൂ വിഭാഗമായിട്ട് തരംതിരിച്ചു അല്ലെ. ഏത് പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്? കോവിലകത്തും വാതുക്കൽ എന്ന പേരിലാണ്. അതുപോലെ അന്നത്തെ കാലത്ത് താലൂക്ക് ഓഫീസുകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു ഭരണ പരിഷ്കാരമായിരുന്നു പതിവ് കണക്ക് അല്ലെ. പതിവ് കണക്ക് എന്ന് പറയുന്നത് എന്താണ്? ബഡ്ജറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സ്ഥിര സൈന്യത്തെ രൂപം കൊടുത്തതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. പിന്നെ അല്ലെ അദ്ദേഹത്തിന്റെ ഭരണനിർവാഹക സമിതി അതും ചോദിക്കാറുള്ളതാണ്. ഏതാണത്? 8-ര യോഗമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഭരണനിർവാഹക സമിതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? 8-ര യോഗമാണ്. പിന്നെ മുറജപം, ഭദ്രദീപം ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ അല്ലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് എന്താ? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതെന്നാ വർഷം? 1741 ഓഗസ്റ്റ് 10-ആണ്. ഇത്രയും കാര്യങ്ങൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്ത രാജാവ് ആരാണ്? നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അല്ലെ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തത് കാർത്തിക തിരുനാൾ രാമവർമ്മയെ പറ്റിയിട്ടാണ് അല്ലെ. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുമ്പോൾ അല്ലെ മാർത്താണ്ഡവർമ്മ അവസാനിക്കുന്നത് കാലഘട്ടം അവസാനിക്കുന്നത് എന്നാണ്? 1758-ലാണ് അല്ലെ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം അല്ലെ 40 വർഷത്തോളം ആര് രാജാവായിട്ട് ഇരുന്നിട്ടുണ്ട്? നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ ഇരുന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ്? 1758 മുതൽ 98 വരെ ഏകദേശം 40 വർഷമാണ്. അപ്പോൾ ഓർത്തിരിക്കണം 40 വർഷമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതാണ് ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഭരണാധികാരിയാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള 2 മന്ത്രിമാരുണ്ട് അല്ലെ. ആരൊക്കെയാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും അതുപോലെ തന്നെ രാജാ കേശവദാസും. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജാ കേശവദാസും കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ മന്ത്രിമാരാണ്. അപ്പൊ അവരെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നാമത്തേത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. അപ്പൊ അവരെ പറ്റിയിട്ട് ചോദിക്കുന്നത് എന്താ? വർക്കല നഗരത്തിന്റെ ശില്പി അല്ലെ. വർക്കല നഗരത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. അതുപോലെ രാജാ കേശവദാസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ്. കേശവപിള്ള എന്നറിയപ്പെടുന്നത് ആരാണ്? കേശവപിള്ള എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചാൽ അത് രാജാ കേശവദാസ് ആണ്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ ദളവ ആരാണെന്ന് ചോദിച്ചാലും ആരാണത്? രാജാ കേശവദാസ് ആണ് അല്ലെ. അന്നത്തെ കാലത്ത് മന്ത്രിമാർ എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത്, ദളവ എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിവാൻ എന്നൊരു സ്ഥാനപ്പേര് അല്ലെ, ദിവാൻ എന്നൊരു സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ ദളവയാണ് ആര്? രാജാ കേശവദാസ് എന്ന് പറയുന്നത്. അപ്പൊ രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയൊക്കെ ആരുടെ മന്ത്രിയായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. അത് മാറിപ്പോകരുത്. അതുപോലെ രാജാ കേശവദാസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ചാലക്കമ്പോളം, അതുപോലെ തന്നെ ആലപ്പുഴ നഗരം അല്ലെ. ഇതിന്റെയൊക്കെ ശില്പിയാണ് ആര്? രാജാ കേശവദാസ് എന്നറിയപ്പെടുന്ന കേശവപിള്ള. അപ്പൊ അതും കൂടി ഓർത്തു വെച്ചേക്കണം. ഏതൊക്കെയാണ്? ചാലക്കമ്പോളം ഉണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ നഗരത്തിന്റെ ശില്പി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, മാറിപ്പോകരുത്. ചാലക്കമ്പോളവും അതുപോലെ തന്നെ ആലപ്പുഴ നഗരവും. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണെങ്കിലോ അത് വർക്കലയാണ് അല്ലെ. അപ്പൊ അയ്യപ്പൻ വർക്കലയാണ്. ചാലക്കമ്പോളവും ആലപ്പുഴ നഗരവും ആരാണ്? രാജാ കേശവദാസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത ആളിന് ആരാണ്? ഓക്കെ, അടുത്ത ആളാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അല്ലെ. ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അവിടെ ഇങ്ങോട്ടേക്കില്ലേ 1798 മുതൽ 1810 വരെയാണ് ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടം ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പണ്ടൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ചോദിച്ച് കണ്ടുവരാറില്ല. അപ്പൊ നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ആദ്യത്തെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്താ ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം നിന്നിരുന്ന രാജാവിലെ ആരാണ്? നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഏതാ കാലഘട്ടം ചോദിച്ചാൽ 1798 മുതൽ 1810 വരെയാണ്. അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്
തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അല്ലെ, അത്ര ഒരു കാര്യപ്രാപ്തിയൊന്നും ഇല്ലാത്തൊരു രാജാവായിരുന്നു ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചിട്ട് അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത്ര അല്ലെ ഭരണത്തിലൊന്നും ഒട്ടും ശ്രദ്ധയില്ലാത്തൊരു രാജാവും കൂടിയായിരുന്നു ആര്? ഈ ഒരു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് അല്ലെ, ആ സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഈ ഒരു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അല്ലെ ദളവയായിട്ടുള്ള വേലുത്തമ്പി ദളവയെ പറ്റിയിട്ടാണ്. വേലുത്തമ്പി ദളവയെ പറ്റിയിട്ടാണ് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് വേലുത്തമ്പി ദളവ. അപ്പൊ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ്? അത് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് അല്ലെ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ്? വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ കൽക്കുളത്താണ് അല്ലെ. കൽക്കുളം എവിടെയാണ്? കന്യാകുമാരിയിലാണ് അല്ലെ. അപ്പൊ കന്യാകുമാരിയിലെ കൽക്കുളത്താണ് ആര് ജനിച്ചത്? വേലുത്തമ്പി ദളവ ജനിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ വേലുത്തമ്പി ദളവ ആരുടെ ദളവയാണ് അല്ലെങ്കിൽ ആരുടെ മന്ത്രിയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടേതാണ്. ഇനി വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. അതെന്താണ്? കുണ്ടറ വിളംബരമാണ് അല്ലെ. എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് കുണ്ടറ വിളംബരം. അപ്പൊ കുണ്ടറ വിളംബരം എന്നാണ് വർഷം എന്ന് ഓർത്തു വെക്കുക? 1809 ജനുവരി 11 അല്ലെ. 1809 ജനുവരി 11. ഇവിടെ വർഷവും മാസവും ഡേറ്റ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം. സ്ഥിരമായിട്ട് അത് തന്നെയാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ അതല്ലേ മകരം 1-നാണ് ഇങ്ങനെ ഒരു കുണ്ടറ വിളംബരം നടത്തുന്നത്. അപ്പൊ മകരം 1 എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഒരു പ്രാവശ്യം മകരം 1 എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുണ്ടറ വിളംബരം എന്നാണ്? 1809 ജനുവരി 11. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞാൽ? അല്ലെ, നമ്മൾ പഠിച്ചു വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. എന്നാൽ എന്താണ് കുണ്ടറ വിളംബരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലേ അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ അല്ലെ, തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അല്ലെ വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് വരികയും പിന്നീട് ഓരോരോ സ്ഥലങ്ങളായിട്ട് അവരുടെ കൈവശമാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് തിരുവിതാംകൂറിനെ അങ്ങനെ പൂർണ്ണമായിട്ട് അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതിനെതിരെയായിട്ട് എന്ത് ചെയ്തു? വേലുത്തമ്പി ദളവ അല്ലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് എന്താ? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയായിട്ട് അവർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് അല്ലെ അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വിളംബരമാണ് എന്ത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. എവിടെ വെച്ചിട്ടാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ളത്. അതും കൂടി പഠിച്ചു വെച്ചേക്കാം. എവിടെയാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് അല്ലെ. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കാം. അപ്പോ പിന്നല്ലേ ഈ കുണ്ടറ വിളംബരമൊക്കെ നടത്തി അവസാനം എന്ത് ചെയ്തു? വേലുത്തമ്പി ദളവയെ പിടിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ വരികയാണ്. ഈ സമയത്ത് നമ്മുടെ വേലുത്തമ്പി ദളവ എന്ത് ചെയ്യാണ്? മണ്ണടിയിലുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അഭയം തേടുകയാണ്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിക്കാൻ വരികയാണ്. ആ സമയത്ത് നമ്മുടെ വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ പോയിട്ട് അഭയം തേടുകയും ചുറ്റും അല്ലെ പോലീസുകാരല്ല ബ്രിട്ടീഷുകാർ വന്ന് എന്നറിഞ്ഞതോട് കൂടിയിട്ട് അവരെ നേരിട്ട് അല്ലെ അവരുടെ മുന്നിൽ നേരിട്ട് കീഴടങ്ങുന്നതിന് പകരമായിട്ട് നമ്മുടെ വേലുത്തമ്പി ദളവ എന്താ ചെയ്തത്? ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതേതാണ് ക്ഷേത്രം? മണ്ണടിയാണ് അല്ലെ. അപ്പൊ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ വേലുത്തമ്പി ദളവ മ്യൂസിയം അല്ലെ. മ്യൂസിയം എവിടെയാണ്? അദ്ദേഹം ആത്മഹത്യ ചെയ്ത ആ സ്ഥലത്ത് തന്നെയാണ് മ്യൂസിയം. എവിടെയാണ്? മണ്ണടിയിലാണ് അല്ലെ. അപ്പൊ വേലുത്തമ്പി ദളവ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മണ്ണടിയിലാണ്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയുടെ പ്രതിമ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? എവിടെയാണ്? അത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അല്ലെ. അപ്പൊ വേലുത്തമ്പി ദളവയുടെ പ്രതിമ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? തിരുവനന്തപുരം ജില്ലയിലെ ധനുവച്ചപുരത്താണ് അല്ലെ. എവിടെയാണ്? ധനുവച്ചപുരം. ഒരു പ്രാവശ്യം ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. വേലുത്തമ്പി ദളവയുടെ കോളേജ് എവിടെയാണ്? ധനുവച്ചപുരമാണ്. പ്രതിമയാണെങ്കിലോ അത് സെക്രട്ടേറിയറ്റിലാണ്. മ്യൂസിയം ആണെങ്കിലോ മണ്ണടിയിലാണ്. അപ്പോ എന്നാണ് കുണ്ടറ വിളംബരം? 1809 ജനുവരി 11. ഇത്രയും കാര്യങ്ങൾ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തത് ഉമ്മിണിത്തമ്പിയാണ് അല്ലെ. അടുത്തൊരു ദളവയാണ് ഉമ്മിണിത്തമ്പി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് ചോദിക്കാറുള്ളത് ഇൻസാഫ് കച്ചേരി അല്ലെ. ഇൻസാഫ് കച്ചേരി എന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ കാലത്തെ കോടതിയാണ് എന്ത്? ഇൻസാഫ് കച്ചേരി എന്ന് പറയുന്നത്. അപ്പൊ അത് സ്ഥാപിച്ച ദളവയാണ് ആര്? ഉമ്മിണിത്തമ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചതും ആരാണ്?
ബാലരാമപുര പട്ടണവും അല്ലെങ്കിൽ ബാലരാമപുരം പട്ടണത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഉമ്മിണിത്തമ്പിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇവര് രണ്ടും ആരുടെ ദളവയായിരുന്നു ചോദിച്ചാൽ ആരുടേതാണ്? നമ്മുടെ അവിട്ടം തിരുനാള് ബാലരാമവർമ്മയുടേതാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നമുക്ക് നാലാമതായിട്ട് പഠിക്കേണ്ട രാജാവ് ആരാണ്? നമ്മുടെ രാജ്ഞിയാണ് അല്ലെ, അതായത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അപ്പൊ ഇനിയാണ് ഒരു സ്ത്രീ സാന്നിധ്യം വരാൻ പോകുന്നത്. ആരാണ്? ലക്ഷ്മിയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പേരുണ്ട് അല്ലെ, ഒരുപാട് പേരില്ല, 3 പേരുണ്ട്. ലക്ഷ്മി ഉണ്ട്, അതുപോലെ തന്നെ പാർവതി ഉണ്ട്, സേതുബായി ഒക്കെ ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കേണ്ടത് ലക്ഷ്മിയാണ് ആദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തേത് എന്ന് കണക്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത്. അവരുടെ കാലഘട്ടം ഒന്നുകൂടി പഠിച്ചു വെച്ചേക്കുക. 1810 മുതൽ 15 വരെയാണ് അല്ലെ. 1810 മുതൽ 15 വരെയാണ്. വളരെ കുറച്ചു കാലം അല്ലെ, ഒരു 5 വർഷക്കാലം മാത്രമേ അവര് അധികാരത്തിൽ ഇരുന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും കുറച്ചു കാലം ഭരണത്തിലിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കാറുള്ളത് അടിമക്കച്ചവടം അല്ലെ, അടിമക്കച്ചവടം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആ വർഷം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 1812 ആണ്. എന്നാണ്? 1812 അടിമക്കച്ചവടം നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ്, ആ വർഷവും. അതുപോലെ തന്നെ ഇത് ചെയ്തത് ആരാണെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ആരാണത്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അതുപോലെ തന്നെ വാക്സിനേഷൻ, അലോപ്പതി ചികിത്സാ രീതിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഭരണാധികാരി കൂടിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ദളവയെ പറ്റിയിട്ട് തന്നെയാണ് പറയാനുള്ളത്. കേണൽ മൺട്രോ അല്ലെ. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ കൂടി ആര്? നമ്മുടെ കേണൽ മൺട്രോ എന്ന് പറയുന്നത് ആരുടെ ദളവയായിരുന്നു? നമ്മുടെ ലക്ഷ്മിബായിയുടെ ദളവയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ എന്നറിയപ്പെടുന്നതും ആരാണ്? കേണൽ മൺട്രോയാണ്. അതുപോലെ അവരെ പറ്റി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചട്ടവരി ഓലകൾ എന്ന പേരിൽ അല്ലെ. എന്താണ്? ചട്ടവരി ഓലകൾ. ഓക്കെ, ചട്ടവരി ഓലകൾ എന്ന പേരിൽ എന്താണ്? ഒരു നിയമസംഹിത രൂപം കൊടുത്ത ദളവയാണ് ആര്? അല്ലെങ്കിൽ ദിവാനാണ് ആര്? കേണൽ മൺട്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കേണൽ മൺട്രോയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് അല്ലെ. അതുപോലെ തന്നെ ആരുടെ ദളവയാണ്? ലക്ഷ്മിബായിയുടെ ദളവയാണ്. അതുപോലെ തന്നെ ചട്ടവരി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ ദിവാൻ കൂടിയാണ് ആര്? കേണൽ മൺട്രോ എന്ന് പറയുന്നത്. ഓക്കെ, ലക്ഷ്മിബായിയെ പറ്റിയിട്ട് ഇത്രയും കാര്യം പഠിച്ചു വെച്ചേക്കാം. ഒന്നാമത്തത് എന്താണ്? ഏറ്റവും കുറച്ചു കാലമാണ് അധികാരത്തിൽ ഇരുന്നത് അല്ലെ, 1810 മുതൽ 15 വരെ. അതുപോലെ അടിമക്കച്ചവടം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. വർഷം എന്നാണ് ചോദിച്ചാൽ 1812 ആണ്. അവര് കൊണ്ടുവന്നിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് എന്താണ്? അലോപ്പതി ചികിത്സാ രീതിയും അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ തുടക്കം കുറിക്കുന്നത് ആരാണ്? നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഇനി അടുത്തത് ആരാണ്? ലക്ഷ്മി കഴിഞ്ഞാലാണ് പാർവതി അല്ലെ. ആരാണ്? പാർവതിയാണ്. റാണി ഗൗരി പാർവതിബായി ആണ്. അവരുടെ കാലഘട്ടം ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. 1815 to 1829 ആണ്. അപ്പൊ ലക്ഷ്മി കഴിഞ്ഞിട്ടാണ് ആര്? പാർവതി വരുന്നത്. അവരെ പറ്റി ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അത് റാണി ഗൗരി പാർവതിബായി ആണ്. സ്ഥിരം ചോദ്യമാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായിലെ. നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പാർവതിയിലെ, പാർവതി പ്രൈമറി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. പാർവതി പ്രൈമറി അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. റാണി ഗൗരി പാർവതിബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. അതുപോലെ തന്നെ അല്ലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവര് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മറ്റൊരു കാര്യമാണ് എന്താ? വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി കൂടിയാണ് ആര്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം പ്രൈമറി വിദ്യാഭ്യാസം എന്ത് ചെയ്തു? അത് സൗജന്യമാക്കി. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി കൂടിയാണ് ആര്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി അല്ലെ. അപ്പൊ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, അന്നത്തെ കാലത്ത് വീട് ഓടുമേയാനോ അല്ലെങ്കിൽ സ്വർണം വെള്ളി ആഭരണങ്ങളൊന്നും ധരിക്കാനൊന്നുള്ള അവകാശം അവിടുത്തെ ജനതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ അനുവദിച്ചത് ആരാണ്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി ആണ് അല്ലെ. വീട് ഓടുമേയാനും അതുപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കാനൊക്കെ ഉള്ള അനുവാദം കൊടുത്തത് ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. ഇത്രയും കാര്യങ്ങൾ പാർവതിബായിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം അല്ലെ. എന്തൊക്കെയാണ്?
ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അതുപോലെ വിദ്യാഭ്യാസം എന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ വീട് ഓട് മെയ്യാനും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കാനുമുള്ള അനുവാദം കൊടുത്ത ഭരണാധികാരി കൂടിയാണ് ആര്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ആളാണ് സ്വാതി തിരുനാളാണ് അല്ലെ. സ്വാതി തിരുനാൾ ചോദിക്കാറുള്ളതാണ്, കുറച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഏതാണ് കാലഘട്ടം? 1829 അല്ലെ. എന്നാണ് 1829 മുതൽ 1846 വരെയാണ്. അപ്പൊ ചോദിക്കാറുണ്ട് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ ഏതാണ്? 1829 മുതൽ 1846 വരെയാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ അല്ലെ സുവർണ കാലഘട്ടം എന്നാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തെ പറ്റി പറയുന്നത് അല്ലെ. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടം കൂടി ഒന്ന് പഠിക്കുക. 1829 മുതൽ 1846 വരെയാണ്. ഓക്കെ, ഇനി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം അല്ലെ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. എന്താണ് ശുചീന്ദ്രം കൈമുക്ക് അല്ലെ? ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അല്ലെ വലിയൊരു ശിക്ഷയായിരുന്നു എന്ത്? ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു? നമ്മുടെ സ്വാതി തിരുനാൾ അതങ്ങ് നിർത്തലാക്കി. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ആര്? സ്വാതി തിരുനാൾ. അതിന് പ്രകാരമാണ് ഇംഗ്ലീഷ് സ്കൂളിലെ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുവന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രയത്നിച്ച വ്യക്തിയാണ് ആര്? സ്വാതി തിരുനാൾ. അതിന് പ്രകാരമാണ് ഇംഗ്ലീഷ് സ്കൂൾ അവിടെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ സെൻസസിന് രൂപം കൊടുത്തതും ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ വാനനിരീക്ഷണ കേന്ദ്രം, കുതിരമാളിക, നക്ഷത്ര ബംഗ്ലാവ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ സ്വാതി തിരുനാളിനെ പറ്റി പറയുകയാണെങ്കിൽ സാഹിത്യകാരനാണ്, അതിലുപരി അല്ലെ സംഗീതജ്ഞൻ കൂടിയാണ്. ഓക്കെ, പല സാഹിത്യത്തിലും സംഗീതജ്ഞനിലും തൽപരനായിരുന്നു ആര്? സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയുണ്ട്. ആരാണത്? അല്ലെ ഇരയിമ്മൻ തമ്പിയാണ് അല്ലെ. നമ്മുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം എഴുതിയ ഇരയിമ്മൻ തമ്പി ആരുടെ ആസ്ഥാന കവിയായിരുന്നു? സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടം തന്നെയാണ് 1829 മുതൽ 1846 വരെയാണ് അല്ലെ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നാണ് ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി അല്ലെ. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു ശിക്ഷയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. അതെന്ത് ചെയ്തു? സ്വാതി തിരുനാള് നിർത്തലാക്കി. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് എന്തൊക്കെ കൊണ്ടുവന്നു അദ്ദേഹം? ഇംഗ്ലീഷ് സ്കൂൾ അവിടെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ സെൻസസ്, വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ, കുതിരമാളിക, നക്ഷത്ര ബംഗ്ലാവ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അല്ലെ ആസ്ഥാന കവി ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇത്രയും കാര്യം എന്ത് ചെയ്യുക? സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. ഇനി അടുത്ത ആളാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ. ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഏതു ഭരണാധികാരിയുടെ കാലഘട്ടമാണെന്ന് ചോദിക്കാറുണ്ട്. അത് ആരുടെ കാലഘട്ടമാണ്? നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അല്ലെ. ആദ്യത്തെ ആള് എന്താണ്? അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് പേരിനാണ്? ഉത്രം തിരുനാളിനാണ് കേട്ടോ. ഉത്രം തിരുനാൾ. ഓക്കെ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഉത്രം തിരുനാളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാന്നാർ സ്ത്രീകൾക്ക് അല്ലെ അന്നത്തെ കാലത്ത് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയല്ലേ മാറുമറയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ എന്ന് പറയുന്നത്. അതെന്നാണെന്നും കൂടി ഓർത്തു വെക്കുക. 1859 ജൂലൈ 26 എന്നാണ്? 1859 ജൂലൈ 26. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ കയർ ഫാക്ടറിയും വരുന്നത്. പോസ്റ്റ് ഓഫീസ് ഏതാ വർഷം? 1857. തൊട്ട് 2 വർഷം കഴിഞ്ഞിട്ട് 1859 കയർ ഫാക്ടറിയും തിരുവിതാംകൂറിൽ വരുന്നത്. കയർ ഫാക്ടറി ആരാ കൊണ്ടുവരുന്നത്? ജെയിംസ് ഡാരയാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പൊ പോസ്റ്റ് ഓഫീസ് എന്നാണ്? 1857. കയർ ഫാക്ടറി 2 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് 1859 വരുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ്? ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉത്രം തിരുനാളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി അടുത്തത് ആയില്യം തിരുനാളാണ്. അപ്പൊ ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിളംബരങ്ങൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? പണ്ടാരപ്പാട്ട വിളംബരം അല്ലെ, പണ്ടാരപ്പാട്ട വിളംബരം, അതുപോലെ തന്നെ ജന്മിക്കുടിയാൻ വിളംബരം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് വിളംബരവും. ഇതാരുടെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ വിളംബരം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക, ആയില്യം തിരുനാളാണ്. ആരാണ്? ആയില്യം തിരുനാള്. പണ്ടാരപ്പാട്ട വിളംബരം, അതുപോലെ തന്നെ ജന്മിക്കുടിയാൻ വിളംബരം. അതിലെ പണ്ടാരപ്പാട്ട വിളംബരം ഏതാണ് വർഷം? പണ്ടാരപ്പാട്ട വിളംബരം 1865 അല്ലെ. ഏതാ വർഷം? 1865. എന്താണ് പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട അല്ലെ. എന്താണ്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് ഏത്? പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. 1865. അതുപോലെ സെക്രട്ടേറിയറ്റ് മന്ദിരം അല്ലെ ഉദ്ഘാടനം കഴിക്കുന്ന സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അതാരാണ്? ആയില്യം തിരുനാളാണ് അല്ലെ. അപ്പൊ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏതാ വർഷം? 1869 ഉദ്ഘാടനം നടത്തുന്നത് അല്ലെ. അപ്പൊ ആ വർഷം കൂടി ഓർത്ത് വെച്ചേക്കുക, 1869. അതുപോലെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കുക, വില്യം ബാർട്ടൺ ആണ്. ആരാണ്? വില്യം ബാർട്ടൺ ആണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട് പഠിക്കാം. അടുത്ത ആളാണ് വിശാഖം തിരുനാൾ അല്ലെ. വിശാഖം തിരുനാള്, വിശാഖം തിരുനാളിനെ പറ്റിയിട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാർ ആണ് അല്ലെ. അപ്പൊ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതുന്ന സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അതാരാണ്? വിശാഖം തിരുനാളാണ്. ഓക്കെ, അതുപോലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് വേറെ ആളാണ്, ശ്രീമൂലം തിരുനാളാണ്. അപ്പൊ വിശാഖം അല്ലെ, വിശാഖം കഴിഞ്ഞിട്ടാണ് ശ്രീമൂലം. ഓക്കെ, മാറിപ്പോകരുത്, വിശാഖം കഴിഞ്ഞിട്ടാണ് ശ്രീമൂലം. അപ്പൊ വിശാഖം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറൊക്കെ എഴുതുന്നത്. അതിൽ സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒപ്പുവെക്കുന്നത് ആരുടെ സമയത്താന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇനി വിശാഖം തിരുനാളിന്റെ കാലഘട്ടത്തിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന്, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതുന്ന സമയത്ത് വിശാഖം തിരുനാളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ഭൂസർവേക്ക് ഉത്തരവിട്ടിട്ടുള്ള ഭരണാധികാരിയാണ് ആരാ? വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. നമ്മൾ ഭൂസർവേ മാത്രം പറഞ്ഞു അല്ലെ, കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേ കൊണ്ടുവന്നത് ആരാണ്? ആദ്യത്തെ ഭരണാധികാരിയായിട്ടുള്ള ആരാണ്? അനീഴം തിരുനാള് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ഒരു സമ്പൂർണ്ണ ഭൂസർവേക്ക് ഉത്തരവിട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശാഖം തിരുനാളാണ്. ഓക്കെ, അതുപോലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അതാരാണ്? വിശാഖം തിരുനാളാണ്. അതുപോലെ നമ്മുടെ സ്ഥിര സൈന്യത്തെ കൊണ്ടുവന്നത് ആരാണ്? അത് ആനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അതുപോലെ തന്നെ അദ്ദേഹം അല്ലെ എന്ത് കൃഷിയാണ് പ്രോത്സാഹിപ്പിച്ചത്? മരച്ചീനി കൃഷിയാണ് കേട്ടോ. ഇതും ചോദിക്കുന്നതാണ്. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? വിശാഖം തിരുനാള്. ഈ ഒരു വിശാഖം എന്ന പേരിൽ തന്നെ എന്തുണ്ട്? ഒരു മരച്ചീനി ഇനം തന്നെയുണ്ട്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? വിശാഖം തിരുനാള്. അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതുന്ന സമയത്ത് ആരാണ്? വിശാഖമാണ്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ഭൂസർവേക്ക് ഉത്തരവിട്ട സമയത്തും വിശാഖം തിരുനാളാണ്. പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ചു, അതുപോലെ തന്നെ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ ആരാണ്? വിശാഖം തിരുനാളാണ്. ഓക്കെ, ഇനി അടുത്തതല്ലേ, ഇനി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട്, മൂന്നെണ്ണം കൂടി ഉണ്ട് അല്ലേ. ഒന്ന് ശ്രീമൂലം തിരുനാളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് സേതു ലക്ഷ്മി ബായിലെ. സേതു ലക്ഷ്മി ബായിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് സേതു ലക്ഷ്മി ബായിയുമായി ബന്ധപ്പെട്ടിട്ട്? ഒന്നാമത്തെ കാര്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, മൃഗബലി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് സേതു ലക്ഷ്മി ബായി ആണ്. ഓക്കെ, അപ്പൊ മൃഗബലി അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം ഒക്കെ നിർത്തലാക്കിയിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതു ലക്ഷ്മി ബായി. അതുപോലെ തന്നെ മരുമക്കത്തായം അല്ലെ, മരുമക്കത്തായം എന്നൊരു സമ്പ്രദായം മാറ്റിയിട്ട് മക്കത്തായം കൊണ്ടുവന്നിട്ടുള്ള ഭരണാധികാരി കൂടിയാണ് ആര്? സേതു ലക്ഷ്മി ബായി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? വൈക്കം സത്യാഗ്രഹം അല്ലെ. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ആ വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, അതാരാണ്? സേതു ലക്ഷ്മി ബായിക്കാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണത്? സേതു ലക്ഷ്മി ബായിക്കാണ്.
അതുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് ദേവസ്വം ഭരണം അല്ലെ, ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? സേതു ലക്ഷ്മിബായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സേതു ലക്ഷ്മിബായിയുമായി അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? മൃഗബലി, അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം അല്ലെ, അന്നത്തെ സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് അല്ലെ ദേവദാസി, അതുപോലെ തന്നെ മൃഗബലി ഒക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു? നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? സേതു ലക്ഷ്മിബായി. അതുപോലെ മരുമക്കത്തായൊക്കെ മാറ്റി മക്കത്തായം സമ്പ്രദായം കൊണ്ടുവന്നു. വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് നമ്മുടെ സേതു ലക്ഷ്മിബായിക്കാണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് ആരായിരുന്നു ഭരണാധികാരി എന്ന് ചോദിച്ചാലും സേതു ലക്ഷ്മിബായിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമ്മുടെ ശ്രീ ചിത്ര തിരുനാളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഡീപ്പായിട്ട് എടുത്ത് ചോദിക്കാറൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ടത് തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലെ. എന്താണ്? തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. അതുപോലെ തന്നെ അല്ലെ ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ, തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്തോ? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ഏതാണ് വർഷം? സ്ഥിരം ചോദ്യമാണ്. 1936 നവംബർ 12. ഓക്കെ, എന്നാണ്? 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആരാണ്? ചിത്തിര തിരുനാളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നന്നായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാറാതെ പഠിക്കുക. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ഓക്കെ, താങ്ക് യു.